ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലിസ ബാബു മാമിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഹൈഡ്രേഞ്ചിയ പ്ലാന്റിനെ പറ്റിയാണ്. ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ്, നമ്മുടെയൊക്കെ വീടുകളിൽ കാണും. പക്ഷേ ഇതുപോലെ ബുഷിയായിട്ട് വളർന്നു വരാനും ഒരുപാട് പൂക്കൾ ഉണ്ടാകാനുമായിട്ടുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരാൻ പൂക്കൾ വന്നതിന് ശേഷം അത് പ്രൂൺ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. മോർണിംഗിലുള്ള ഒരു 4 hours ഒരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളരാനായിട്ട്. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം ഒഴിക്കുക എല്ലാ ദിവസവും. മോയിസ്റ്റ് നിലനിർന്നാൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആസിഡിക് സോയിൽ pH ബിലോ 6 ആണെങ്കിൽ ബ്ലൂ ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്. ആൽക്കലൈൻ സോയിൽ pH നോക്കുവാണെങ്കിൽ 7 എബവ് ആണെങ്കിൽ പിങ്ക് കളർ ഫ്ലവേഴ്സാണ് വരുന്നത്.